സംസ്ഥാനത്ത് കൊടും ചൂടാണ്. ചൂട് ഇനിയും ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ ചൂടിനിടെ കറന്റ് പോകുന്നത് പതിവാണ്. അത് ലോഡ് ഷെഡിംഗ് ആണെന്ന് സമ്മതിക്കാൻ സർക്കാരിനും KSEBക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ഇന്നത്തോടെ ആ ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് തൊട്ട് പറഞ്ഞറിയിച്ചു തന്നെ വൈദ്യുതി നിയന്ത്രണം വരികയാണ്. പവർ കട്ട് എന്നോ ലോഡ് ഷെഡിംഗ് എന്നോ അല്ല അതിനെ KSEB വിളിക്കുന്നത്, പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്നാണ്. കട്ടിന് മുൻപ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫോണിൽ SMS വരും. വിശദ വിവരങ്ങൾ പ്രശാന്ത് കൃഷ്ണ നൽകും. പ്രശാന്ത്, ഇത്രയും ദിവസം അത് ലോഡ് ഷെഡിംഗ് ആണെന്നോ പ്രഖ്യാപിത കട്ടാണെന്നോ ഒക്കെ പറയുന്നതിലായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കറണ്ട് പോകുന്നത് പക്ഷേ ഒരു യാഥാർത്ഥ്യമായിരുന്നു. എല്ലായിടത്തും ഒരു 15 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെയൊക്കെ പല ഭാഗങ്ങളിലും കറണ്ട് സ്ഥിരമായി ഒരേ സമയത്ത് കൃത്യമായി തന്നെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇനി അങ്ങനെ പറയാതെ കട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന നിലയിലേക്ക് എത്തിയതാണോ? ഇതിൽ ശ്രീജ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 15 മിനിറ്റ് മുതൽ അരമണിക്കൂറും 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ പലയിടങ്ങളിലും വൈദ്യുതി നിയന്ത്രണം നടപ്പാക്കിയിരുന്നു. പക്ഷെ അതൊന്നും പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ വലിയ ജനരോഷം ഉണ്ടായിരുന്നു. കാരണം ജനങ്ങൾ ഓർക്കപ്പുറത്തിരിക്കുന്ന സമയത്തായിരിക്കും രാത്രി പൊടുന്നനെ കറണ്ട് പോകുന്നത്, ഈ ചൂടത്ത് വെന്തുരുകേണ്ടി വരുന്നത്. അപ്പോൾ അതൊക്കെ വലിയ ജനരോഷം ഈ സോഷ്യൽ മീഡിയയിൽ KSEBക്കെതിരെ ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല, പ്രാദേശികമായി പലയിടത്തും സെഷൻ ഓഫീസുകളിലേക്ക് ജനങ്ങൾ ഈ പൊതുപ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നതിനുള്ള സ്ഥിതിവിശേഷങ്ങളുണ്ടായി, പ്രതിഷേധ മാർച്ചുകളുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പലർക്കും ഈ ഇത്തരം മെസ്സേജുകൾ കിട്ടി. പീക്ക് ലോഡ് മാനേജ്മെൻറ്റ്, അതായത് ഈ പീക്ക് സമയത്ത് വൈദ്യുതി ഉപയോഗം ഉണ്ടാകുമ്പോൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നിയന്ത്രണം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ രാത്രി ഇങ്ങനെ നടപ്പാക്കുന്നു, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഒരു അറിയിപ്പാണെന്നുള്ള തരത്തിലുള്ള മെസ്സേജുകൾ വന്നിരുന്നു. അത് എല്ലായിടത്തും വ്യാപകമായി വന്നിരുന്നില്ല. അപ്പോൾ അത് വ്യാപകമായി തന്നെ നൽകാൻ തന്നെയാണ് KSEB ആലോചിക്കുന്നത്. കാരണം ഇത് പറയാതെ ഉള്ള കറണ്ട് പോക്ക് വരുമ്പോൾ വലിയ തോതിൽ ജനങ്ങളുടെ രോഷമുണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം മുന്നറിയിപ്പില്ലാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും പലയിടത്തും വൈദ്യുതി പോയ ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ ലോഡ് ഷെഡിംഗ് ഇല്ല എന്നൊക്കെ പറയുന്നത് ഒരു ഭംഗിയായി പറയാം എന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടർന്നിരുന്ന ഒരു നിയന്ത്രണം അത് ഇനിയും തുടരുമെന്നത് തന്നെയാണ്. അത് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി ബോർഡിന് 250 മെഗാവാട്ട് വൈദ്യുതി 15 ദിവസത്തേക്ക് ഏറ്റവും ഉയർന്നത് 10 രൂപയെങ്കിലും യൂണിറ്റിന് 10 രൂപ നിരക്കിൽ വാങ്ങാൻ വേണ്ടിയുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. പരമാവധി 10 രൂപയ്ക്കകത്ത് വാങ്ങാൻ കഴിയൂ. അത് ഈ സമയം രാത്രി 9 മണിക്ക് ശേഷം 1 മണിക്കൂറൊക്കെ ഇങ്ങനെ 250 മെഗാവാട്ടൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള അനുമതിയാണ്. ഇതിലേറ്റവും പ്രധാനം ശ്രീജ, നമ്മൾ പൊതുജനങ്ങൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ രാത്രി സമയം 6 മണിക്ക് ശേഷം ഈ പ്രധാന വൈദ്യുതി ഉപകരണങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ